ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നിയോ ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ശക്തമായ മഴയെ തുടർന്ന് ഇവിടെ ഈ ഭാരതപ്പുഴയുടെ പാലത്തിൻ്റെ കൈവരികളൊക്കെ ഒലിച്ചു പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കയർ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ലൈനാണ് വണ്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പാലം കടന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പിന്നെ റെയിൽവേ കമാനം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എത്തുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് വലത്തോട്ടുള്ള റോഡാണ് കേട്ടോ. ഈ വലത്തോട്ടുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ചെങ്ങണാകുന്ന് തടയണത്ത് തീരദേശ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പോകുന്ന വഴി നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്ത് കൂടിയുള്ള റോഡിലൂടെയാണ് പോകുന്നത്. പട്ടാമ്പി ജനത്തിരക്കിൽ നിന്നും ഒരു മുക്തി നേടിയ പോലെ തോന്നും നമുക്ക് ഈ മറ്റേ ശാന്തമായ ഈ വഴിയിലൂടെ പോകുമ്പോൾ. ഈ രണ്ട് സൈഡും പച്ചപ്പും നല്ല അതിമനോഹരമായ ഒരു വഴി തന്നെയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയുടെ കിഴക്ക് ഭാഗമാണെന്ന് തോന്നിപ്പോകട്ടോ ഈ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നമ്പ്രം എന്ന പ്രദേശത്ത് ചെങ്ങണാകുന്ന് തടയണയുടെ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ നമുക്ക് നേരെ കാണാൻ കഴിയുന്നത് അവിടെ ചെങ്ങണാകുന്ന് ഭഗവതി ക്ഷേത്രമൊക്കെയാണ് കേട്ടോ. ക്ഷേത്രമൊക്കെ നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് വലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെങ്ങണാകുന്ന് തടയണയായി. അപ്പോൾ നമ്മളങ്ങനെ പുഴയിലേക്ക് ഇറങ്ങും കേട്ടോ. ഈ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുക വലിയൊരു പമ്പ് ഹൗസാണ്. ഈ പമ്പ് ഹൗസിൽ നിന്നാണ് നമുക്ക് ഇവിടുത്തെ ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളായ തിരുമിറ്റക്കോട്, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ എന്നീ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചെങ്ങണകുന്ന് തടയാനോട് ചേർന്ന് നമുക്ക് നടക്കാനുള്ള ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം വാഹനങ്ങൾ പോലും കൂടി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. 290 മീറ്റർ നീളവും 9.5 മീറ്റർ ഉയരവും ഉണ്ട് ഈ തടയണയ്ക്ക്. ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു തടയണ കൂടിയാണ് കേട്ടോ ഇത്.
അപ്പോൾ നമ്മുടെ ഈ ചെങ്ങണംകുന്ന് തടയണ അതിമനോഹരമാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണെങ്കിൽ, ഇതൊന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അതിമനോഹരമായ ഒരു സ്ഥലവും ഒരുപാട് ആൾക്കാർ വിശ്രമിക്കാനും സായാഹ്ന വേളകളിൽ സമയം ചിലവഴിക്കാനൊക്കെ എത്തിച്ചേരും. അങ്ങനെ ഇവിടെ ഒരുപാട് കച്ചവടം കാര്യങ്ങളും കുറേ ജനങ്ങൾക്കുള്ള ഒരു വരുമാന മാർഗ്ഗമൊക്കെയായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും പട്ടാമ്പി നഗരത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് വീർപ്പുമുട്ടുമ്പോൾ നമുക്ക് അല്പം ഒരു ആശ്വാസമേകാനായിട്ട് ഈ ചെങ്ങണംകുന്ന് തടയണയും അതിൻ്റെ പരിസരമൊക്കെ നല്ലൊരു ശാന്തവും സമാധാനവും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ മുന്നോട്ട് പോകാനും ഒക്കെ നിങ്ങളുടെ സഹായവും സഹകരണമൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടൺ ഒന്ന് അടിക്കണേ. ഓക്കെ, ബൈ, സീ യു.